ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ട്രംപ് എക്കണോമിക് ഡി ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിന് മേളിൽ ട്രംപ് എക്കണോമിക് ഡി ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, വലിയ രീതിയിലുള്ള ഇക്കണോമിക് ബ്ലോക്കേഡ് ഇറാനിന് മേളിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് പല രാജ്യങ്ങളെയും, ഇറാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല രാജ്യങ്ങളെയും, അതേപോലെ സ്പെഷ്യലി ചൈനയ്ക്കെതിരെ ആയിക്കോട്ടെ, അതുപോലെ ഇറാനുമായിട്ട് വ്യാപാര ബന്ധം നടത്തുന്ന പല രാജ്യങ്ങളെയും ഇനി അമേരിക്ക ഈ ഡി ഡേ പദ്ധതിക്കുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ഇറാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും നിർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രധാനമായിട്ട് ഇപ്പം ഇത്രയും നാളും എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടാക്കിയതല്ലേ, അപ്പം ഇതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇറാനുള്ളിൽ സംഭവിച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്നില്ല. UAE ഇറാനെതിരെ ഒരു എക്കണോമിക് സാങ്ഷൻ കൊണ്ടുവന്നതുപോലെ മറ്റു പല രാജ്യങ്ങളെയും ട്രംപ് പ്രേരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറാന് മേളിൽ എക്കണോമിക് സാങ്ഷൻ എന്നുള്ള രീതിയിൽ സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നാളും ചെറിയ രീതിയിലുള്ള ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇളവുകളെല്ലാം കൂടി തടയുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഈ നീക്കത്തിനെയും മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്, അമേരിക്കക്കുള്ളിൽ നടക്കുന്ന റിസഷനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറാന് മേളിൽ ഒരു എക്കണോമിക് സാങ്ഷൻസ് പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള നാടകങ്ങളൊന്നും ഇവിടെ ഇറക്കണ്ട എന്നാണ് അബ്ബാസ് അറക്ചി ട്വീറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇറാൻ്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ വളരെ ഹൈ ലെവൽ തന്നെയാണ്. ഇറാനിയൻസിന് അത് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളും ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് ഈ IRGC ഭരണകൂടത്തോട്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇവർ അടിച്ചമർത്തിക്കൊണ്ട് വധശിക്ഷകളൊക്കെ വിധിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. ഇനി അമേരിക്കയുടെ സൈഡിൽ നമ്മൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഇലക്ഷൻ, അമേരിക്കയിൽ വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷൻ, ഇത് രണ്ടും തന്നെ വലിയ രീതിയിൽ ഈ യുദ്ധത്തിൽ, മിഡിൽ ഈസ്റ്റ് അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റിൽ വലിയ രീതിയിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് എങ്ങനെ നികത്തിക്കൊണ്ട് പോവാം എന്നുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നിലവിൽ അമേരിക്ക ഇത്തരത്തിലുള്ളൊരു എക്കണോമിക് ബ്ലോക്കേഡ് എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയിൽ പറഞ്ഞതുപോലെ വെപ്പൺ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതും നികത്താൻ വേണ്ടിയിട്ട് ഒരു 4-5 മാസത്തിൻ്റെ ഗ്യാപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് എടുത്തുകൊണ്ട് ആയുധങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതേസമയം ഈ ബ്ലോക്കേഡ് തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എക്കണോമിക് റിസഷനിൽ കിടന്ന് ഇഴയുന്ന ഇറാന് മേൽ ഒരു മാരകമായിട്ടുള്ള ആക്രമണം നടത്താൻ ഒരുങ്ങുന്ന അമേരിക്ക, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഇലക്ഷനും തീരും, അതുപോലെ അമേരിക്കയുടെ മിഡ് ടേം ഇലക്ഷനും തീരും. അത് കഴിഞ്ഞിട്ട് അമേരിക്ക ഒന്നുകൂടെ വൃത്തിയായിട്ട് ഇറാനിന് മേളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇറാൻ അഗ്രസീവായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മേഖലയിൽ അവർ വരച്ച് കൊടുത്തിരിക്കുന്ന റൂട്ടിലൂടെ വേണം കപ്പലുകൾ സഞ്ചരിക്കാനെന്ന് നിർബന്ധം പിടിച്ച് അവിടെ ചെറിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തും. പക്ഷേ അതേസമയം ഇപ്പോൾ ഒമാൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയോടൊപ്പം നിലപാടെടുത്തുകൊണ്ട് ഒമാൻ്റെ സൈഡിൽ കൂടെയും കപ്പലുകൾക്ക് കടന്നു പോവാം എന്നുള്ള നിലപാടാണ് ഒമാൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഒമാൻ്റെ തീരത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ IRGC നിരന്തരം ആക്രമണം നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തികച്ചും ഈ ബ്ലോക്കേഡ് ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇറാനിന് മേളിൽ അമേരിക്കയുടെ ഉപരോധം അത് ശക്തിപ്പെടുത്തും. അതിന് പല രാജ്യങ്ങളെയും കൂട്ടുപിടിക്കും. അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ നിർത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 5-6 മാസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ ട്രംപ് വീണ്ടും ശക്തമായ രീതിയിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് എക്കണോമിക് ഡി ഡേ എന്ന് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് 1-2 ചെറിയ ആക്രമണങ്ങളൊക്കെ ഇറാനിന് മേളിൽ നടത്താനും സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള എസ്കലേഷൻ അല്ല, ജസ്റ്റ് റിറ്റാലിയേഷൻ എന്നുള്ള നിലയിൽ ഇറാൻ ഒരു കപ്പൽ ആക്രമിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് അനാലിസിസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനിന് കൊടുത്ത ഓപ്പർച്യൂണിറ്റി ഇറാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല, അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് കമ്പനികളെല്ലാം ഇനി അമേരിക്ക ടാർഗറ്റ് ചെയ്യും, അവർക്ക് മേൽ ഉപരോധം കൊണ്ടുവരും, അവരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക അവർക്ക് മേലിൽ സമ്മർദ്ദം ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും അബ്രഹാം ലിങ്കൻ റിലീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജോർജ് വാഷിങ്ടൺ എന്ന് പറഞ്ഞ കപ്പൽ ചുമതലയേറ്റിരിക്കുകയാണ്. കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അത് എത്തിച്ചേർന്നിട്ടുണ്ട്. അമേരിക്ക ഒരു പരിധിവരെ ഇറാനിന് മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എക്കണോമിക് ബ്ലോക്കേഡ് വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ചൈനയ്ക്ക് മേലിലും സമ്മർദ്ദം ഇടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. UAE ഇറാൻ ബാൻ അത് വളരെയധികം ഈ അമേരിക്കൻ ബ്ലോക്കേഡിനെ സഹായിക്കും. അതുപോലെ തന്നെ ഇറാഖ് ത്രൂ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കാനും
അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇറാഖും ഇറാനും തമ്മിൽ പല രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മുന്നോട്ട് നീക്കാം എന്ന് കരുതിയിരുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഇറാഖ് സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനമെടുത്തിരുന്ന ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇറാഖിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇറാനുമായിട്ട് യാതൊരു തരത്തിലുള്ള എക്കണോമിക് ബന്ധങ്ങളും പാടില്ല എന്ന് ഇറാഖിന് കർശനമായി നിർദ്ദേശം നൽകിക്കൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് തുർക്കി ഇസ്രായേൽ സിറിയ ഇഷ്യൂ. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിൻ്റെ നിലപാട് വളരെ ശരിയാണെന്നുള്ള അഭിപ്രായമാണ് IAEAക്ക് ഉള്ളത്. അതിനെ തുടർന്ന് തുർക്കിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരുമായിട്ടും യുദ്ധം ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ ആർക്കെതിരെയും സിറിയയ്ക്കുള്ളിൽ ചെന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ തെളിവുകൾ സഹിതം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, വേണ്ടി വന്നാൽ തുർക്കിക്കെതിരെ യുദ്ധത്തിനിറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്, മൊസാദിന്റെ കൃത്യമായിട്ടുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. തുർക്കിയിൽ നിന്നും തുർക്കിയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സിറിയ സന്ദർശിച്ച് മടങ്ങിയ വിവരം ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഈ സാഹചര്യത്തിൽ തുർക്കി സിറിയ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ ഈജിപ്റ്റ്, ഖത്തർ, തുർക്കി 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഗാസയ്ക്കുള്ളിൽ ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം വേണം എന്ന് പറഞ്ഞിട്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റും തുർക്കിയും ഒരുമിച്ച് അവർ ഒരുപോലെ ഈ വിഷയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആരാണ് ഇപ്പോൾ ഇതിനകത്ത് കൺസ്ട്രക്ഷൻ കൊണ്ടുവരേണ്ടത്? ഖത്തർ ആവശ്യപ്പെടാൻ എന്താണ്? ഖത്തർ ഫണ്ട് കൊടുത്തിട്ടായിരിക്കും അവിടെ കൺസ്ട്രക്ഷൻ കൊണ്ടുവരേണ്ടത്. ഖത്തർ കൊടുക്കുന്ന പൈസ ഇത്രയും നാളും എവിടെ പോയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊക്കെ തന്നെ ഇസ്മായിൽ ഹാനിയയുടെ പേരിലും യഹിയ സിൻവറിൻ്റെ ഭാര്യയുടെ പേരിലൊക്കെ ഇപ്പോഴത്തെ നേതാക്കളായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയുടെയും ഖാലിദ് മെഷാലിൻ്റെ ഒക്കെ അക്കൗണ്ടുകളിൽ കെട്ടുകണക്കിൽ കുമിഞ്ഞു കിടക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും അവർക്ക് പണം കൊടുക്കാനാണ് ഖത്തർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹമാസ് ആണെന്നുണ്ടെങ്കിൽ അൽ നാസർ ഹോസ്പിറ്റൽ, ഖാൻ യൂനീസിൽ പ്രവർത്തിക്കുന്ന അൽ നാസർ ഹോസ്പിറ്റലിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ടോർച്ചർ മുറിയുണ്ട്. ആ ടോർച്ചർ മുറിയിലാണ് ശരിക്കും ഹമാസിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ആൾക്കാരെയും അതുപോലെ ഹമാസിലേക്ക് ആളിനെ ചേർക്കാൻ വേണ്ടിയിട്ട് കൺവിൻസ് ആവാത്ത യുവാക്കളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ടോർച്ചർ റൂം ഉള്ളത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ഹമാസിനെതിരെയുള്ള പൊതുവികാരം വർദ്ധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് 2 ഹമാസ് മെമ്പേഴ്സിനെ, കമാൻഡോസിനെ പിടിച്ച് ടോർച്ചർ ചെയ്ത് ഉപദ്രവിച്ച് ആൾക്കാർ പലതരത്തിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹമാസിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരെ, ഇൻഫാക്റ്റ് ഹമാസിൻ്റെ കമാൻഡോസിനെയാണ് പിടിച്ച് വെച്ചിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസ് വിരുദ്ധർ ഗാസയ്ക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലെൻസിങ് അത് തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതായത് ഈസ്റ്റ് ജെറുസലേമിൻ്റെ തൊട്ടടുത്ത് വരെയുള്ള ഭാഗങ്ങൾ ഇപ്പം ഇസ്രായേൽ അവിടെ ഓപ്പറേഷൻ തുടരുകയാണ്. ആ ഏരിയകളിൽ കൃത്യമായിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ചില യൂറോപ്യൻ രാജ്യങ്ങളെയും അതേപോലെ തന്നെ ചില അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനുള്ള ഈ പാലസ്തീനികളെയും വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈസ്റ്റ് ജെറുസലേമിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് അൽ-അക്സ മോസ്ക്. ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഭാഗമാണ്, പക്ഷേ അത് ഇൻ്റർനാഷണൽ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നെങ്കിലും ഇസ്രായേൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരികയാണ്. അതായത് ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഭാഗത്ത് കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ വരുന്നതോടുകൂടി ഇസ്രായേലിന് ആ മേഖലയിൽ ഒരു ഡോമിനേഷൻ കിട്ടും. അതിപ്പം മറ്റുള്ള അറബ് രാജ്യങ്ങളെ ആയിക്കോട്ടെ അതേപോലെ തുർക്കി മുതലായ ഈ ഉമ്മത്ത് ഗ്രൂപ്പ് രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ഹൂത്തികളാണെന്നുണ്ടെങ്കിൽ 81 ഓപ്പറേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി ബാക്ക്ഡ് യമനി ടീമുകൾക്കെതിരെയാണ് ഞങ്ങൾ 81 ആക്രമണങ്ങൾ നടത്തിയത് എന്നുള്ളൊരു ക്ലെയിമാണ് ഹൂത്തികൾ ഉന്നയിക്കുന്നത്. സൗദി അറേബ്യ ആണെന്നുണ്ടെങ്കിൽ കണ്ണും അടച്ച് വെറുതെ ഇരിക്കുകയാണ്. കാര്യം എന്താണ്? ഇത് തുറന്നു പറയാനൊന്നും വയ്യ. ഇപ്പം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഹൂത്തികളുടെ ആക്രമണം ഓപ്പണായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിക്കും വിഷമം ഉണ്ടാവുമല്ലോ. കാരണം അവർ ഡിഫൻസ് പാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു കുടുംബക്കാരാണ് ഇവർ 3 പേരും. അപ്പോൾ അവിടെ ശരിക്കും ഹൂത്തികൾ ഇപ്പം ഞങ്ങൾക്ക് മേളിൽ ബോംബാക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിക്കും അത് വിഷമാവും. കാരണം അവർ ഇറങ്ങി വന്ന് ഇപ്പം ഇതിനെ തടയണമല്ലോ. ഇനി അഥവാ അവർ തടയാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആഗോളതരത്തിൽ അത് ചർച്ചയാവും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം അതിനെ ചോദ്യം ചെയ്യും. ഒന്നുമില്ലെങ്കിലും അവർ സ്വയമേ വിചാരിക്കും പാകിസ്ഥാനും തുർക്കിയും സൗദിയെ സഹായിക്കാൻ എത്തിയില്ലേ എന്നുള്ള ചോദ്യം അവർ സ്വയമേ ചോദിക്കും, പുറത്ത് പറയുന്നില്ലെങ്കിലും. അപ്പം അത് അനാവശ്യമായിട്ട് നമ്മളുടെ കൂടപ്പറപ്പുകൾക്ക് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവാം സൗദി അറേബ്യ ഹൂത്തികളുടെ സൈഡിൽ നിന്നും ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിനെ മറച്ചു പിടിക്കുന്നത്. എന്തൊരു സ്നേഹമാണെന്ന് നോക്കും. അങ്ങനെ സൗദി അറേബ്യയിലെ അറാംകോ സിറ്റി എയർപോർട്ട്
ഹൂത്തികളുടെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നജ്റാൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരു ഡ്രോൺ ആക്രമണം. അങ്ങനെ 2 സ്ഥലങ്ങളിൽ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം സൗദി അറേബ്യയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട്. സൗദി ബാക്ക്ഡ് യമനികൾക്കെതിരെയല്ല, സൗദി അറേബ്യയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ഇന്നലെയാണ് പാകിസ്ഥാൻ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ഒരു വിസിറ്റ് നടത്താനും അവരുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനും തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിരുന്നത്. അപ്പം തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. കാരണം ഈ സൊമാലിയ എന്ന് പറയുന്നത് കടൽ കൊള്ളക്കാരന്മാരുടെ രാജ്യമാണ്. ഇവന്മാർ ഈ പൈററ്റ്സ് പണിയാണ് പൊതുവിൽ ഇവന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഒമാൻ്റെ സൈഡിൽ നിന്നും യമൻ വഴി ബാബൽ മന്ദേബിലൂടെ റെഡ് സീ ക്രോസ് ചെയ്ത് പോകാനിരുന്ന ഒരു കപ്പലിനെ യമൻ്റെ തീരത്ത് വെച്ചിട്ട് ഇതുപോലെ സൊമാലിയ കൊള്ളക്കാർ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. തോക്കിൻ മുനയിൽ വന്ന് അവർ ഈ കപ്പലിനെ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കപ്പലിനെ അവർ ആന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കൂട്ടാളിയായിട്ട് മാറിയ ഉടനെ തുടങ്ങിയ പണിയാണിത്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഉക്രൈൻ്റെ ഉള്ളിൽ കീവ് നഗരത്തിൽ 100 ജെറ്റ് പവേർഡ് അറ്റാക്കാണ് നടത്തിയത്. നിരവധി മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇസ്കന്ദർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ പല മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയത്. റഷ്യയുടെ ആക്രമണത്തിൽ 12 മുതൽ 15 ഉക്രൈനിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത് 15 സിവിലിയൻസിനെയാണ് കൊലപ്പെടുത്തിയത്. റഷ്യയുടെ ആക്രമണത്തിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി പോലും കൊല്ലപ്പെട്ടിട്ടില്ല. എല്ലാം തന്നെ നിരപരാധികളാണ്. സിവിലിയൻസിനെയാണ് റഷ്യ ടാർഗറ്റ് ചെയ്ത് തീവ്രവാദപരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 600 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ഒരു ഇലക്ട്രിക് പവർ പ്ലാന്റും റഷ്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 7 പവർ ഗ്രിഡുകൾ കേന്ദ്രീകരിച്ചാണ് റഷ്യ അറ്റാക്ക് നടത്തിയത്. മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയത്. കീവ് നഗരത്തിലുള്ള തെർമൽ പവർ പ്ലാന്റുകൾ റഷ്യ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ബലൂചിസ്ഥാനിൽ ഒരു പൊട്ടിത്തെറി. പാകിസ്ഥാൻ്റെ ഒരു പോലീസ് സ്റ്റേഷനാണ് ബലൂചിസ്ഥാൻ്റെ ഉള്ളിൽ. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്ത് വെച്ചിട്ട് ആക്രമിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബലൂചിസ്ഥാനാണോ ഇത് പൊട്ടിച്ചത് അല്ലെങ്കിൽ പാക് ആർമിയാണോ പൊട്ടിച്ചതെന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും പാക് ആർമി തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ പോലീസ് സ്റ്റേഷന് മേൽ ആക്രമണം നടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ബലൂചിസ്ഥാനികൾ നടത്തിയതാണെന്ന് ഉറപ്പിക്കാം ഏകദേശം. ഇതിൻ്റെ കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാരകമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നടത്തിയത്. തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തിയിരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് ബലൂചിസ്ഥാനികൾ ഒരു ഏരിയ, സെപ്പറേറ്റ് ഏരിയ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും. അപ്പോൾ നിരന്തരം ഇതേപോലെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യ 3 ഡാമുകളുടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശങ്കയിലാണ് പാകിസ്ഥാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പമാണ് ഇത്തരത്തിലുള്ള ബലൂചിസ്ഥാനികളുടെ ആക്രമണങ്ങളും പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.